പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. താരൻ, മുടി കൊഴിച്ചിൽ, തലയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതുമൂലം ഉണ്ടാകുന്ന ചൊറിച്ചിൽ ഇതൊക്കെ മാറി മുടി നല്ല കട്ടിയോടുകൂടി ഇടതൂർന്ന് വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു എണ്ണ കാച്ചുന്ന വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ അകാലനര മാറാനൊക്കെ ആയിട്ടുള്ളൊരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു എണ്ണയാണ് കേട്ടോ ഇത്. ഒരു 2 ആഴ്ച തുടർച്ചയായിട്ട് നമ്മളിത് യൂസ് ആക്കുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവും. വെറും ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മതി നമുക്ക് ഈ എണ്ണ കാച്ചിയെടുക്കാൻ. അപ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കറിവേപ്പിലയാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള നാടൻ കറിവേപ്പിലയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്കിത് അപ്പോൾ ഇവിടെ അത്യാവശ്യം കറിവേപ്പിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കറിവേപ്പില ഞാൻ എണ്ണ കാച്ചുന്നതിന് വേണ്ടിയിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറിവേപ്പിലയേക്കാളും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത കറിവേപ്പില ഉപയോഗിക്കുമ്പോൾ 10 മടങ്ങ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ വീട്ടിൽ തന്നെയുള്ള നാടൻ കറിവേപ്പില എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ അതാ ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകി ഉണക്കിയെടുക്കണം കേട്ടോ. വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഞാൻ നല്ലപോലെ കഴുകി ഉണക്കിയെടുത്ത കറിവേപ്പില ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2-3 കൈപ്പിടിയോളം കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരഞ്ഞു പോകണ്ട. ഈ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഞാനത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ലിറ്ററോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആട്ടിയ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണിത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് വെളിച്ചെണ്ണയൊന്നും എണ്ണ കാച്ചാനോ അതല്ലെങ്കിൽ തലയിൽ തേക്കാനോ ആയിട്ടൊന്നും എടുക്കരുത്. ഇനി ഈ എണ്ണയിലേക്ക് ഞാൻ ആദ്യം 2 തണ്ട് മുഴുവൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കറിവേപ്പില ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കാച്ചിയെടുക്കാം. തീ ഒരിക്കലും കൂട്ടി വെച്ച് എണ്ണ കാച്ചിയെടുക്കരുത്. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് കൈയെടുക്കാതെ ഇളക്കി മിക്സ് ചെയ്ത് കാച്ചിയെടുക്കണം. അടുപ്പിലാണ് ഈ എണ്ണ കാച്ചിയെടുക്കുന്നതെങ്കിൽ കനലിൽ വെച്ചിട്ട് കാച്ചിയെടുക്കണം. പിന്നെ എണ്ണ കാച്ചിയെടുക്കുമ്പം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇപ്പോൾ എണ്ണയ്ക്ക് ഒരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. എണ്ണ തിള വന്ന് കഴിയുമ്പോൾ ഇതുപോലെ പതഞ്ഞ് വരും കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു പതയൊക്കെ ഒന്ന് പോയി കിട്ടണം. അതുവരെ നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ചേർത്ത കറിവേപ്പിലയൊന്നും ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി മിക്സ് ചെയ്ത് കരിഞ്ഞു പോവാത്ത വിധത്തിൽ ശ്രദ്ധിച്ച് നമുക്ക് ഈ എണ്ണ കാച്ചിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഏകദേശം ഒരു പാകമായി വന്നിട്ടുണ്ട്. കറിവേപ്പിലയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ചട്ടിയിലിരുന്ന് പിന്നെ കറിവേപ്പില ഒന്നും കൂടെ ഒന്ന് മൊരിഞ്ഞൊക്കെ കിട്ടും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം എണ്ണയുടെ ചൂട് ഒന്ന് ആറി വരുന്നത് വരെ 1-2 മിനിറ്റോളം നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ എണ്ണയുടെ കളറൊക്കെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മാറി വരും. ഇനി ഇത് നമ്മൾ കാച്ചി അന്ന് ഈ ചട്ടിയിൽ നിന്ന് മാറ്റി വയ്ക്കരുത്. ഒരു ദിവസം അങ്ങനെ തന്നെ അടച്ചു വയ്ക്കണം. അതിനുശേഷം പിറ്റേ ദിവസം നമ്മളിത് കുപ്പിയിലേക്കൊക്കെ മാറ്റിയാൽ മതി. ഞാനിപ്പോൾ ഇത് അടച്ചു വയ്ക്കുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസമാണ് നമ്മളിത് തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ കറിവേപ്പിലയുടെ ആ ഗുണങ്ങളൊക്കെ മുഴുവനായിട്ട് എണ്ണയിലേക്ക് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എണ്ണയുടെ കളർ തന്നെ മാറി വന്നിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് പച്ച കളറായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ എണ്ണ. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് ആ എണ്ണയുടെ ഒരു കളർ കണ്ടില്ലേ, ആ കറിവേപ്പിലയുടെ ഒരു കളറും അതിൻ്റെ ഗുണങ്ങളൊക്കെ മുഴുവനായിട്ട് തന്നെ നമുക്ക് ആ എണ്ണയിലേക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ എണ്ണ ഒരു 1 വിട്ട ദിവസങ്ങളിൽ തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കഴുകി കളയാവുന്നതാണ്. ഒരു 1-2 ദിവസമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ് നമ്മളിത് മാറ്റി വയ്ക്കരുത് കേട്ടോ. ഒരു 1-2 ആഴ്ച തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാവുന്നത്. മാസത്തോളം ഉപയോഗിച്ചിട്ട് മാറ്റങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഉള്ളിലും പ്രശ്നങ്ങളുണ്ടാവും.
വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ അതല്ലെങ്കിൽ HPൻ്റെ കുറവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെ സപ്ലിമെൻറ്റ് കൂടെ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.